വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. വെൽക്കം ടു ആക്സോണസ് ലേണിംഗ്. ആക്സോണസ് ലേണിംഗിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ സബ്ജക്റ്റ് കോഡ് 336 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 8 വരെ ആയിരുന്നു. ഇവിടെ നമ്മൾ 9th ചോദ്യമാണ് നോക്കുന്നത്. 9th ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് ഫോർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫോണ്ട് സൈസ് ഈസ് മെഷേർഡ് ഇൻ മീറ്റേഴ്സ്. ഫോണ്ട് സൈസ് ഈസ് മെഷേർഡ് ഇൻ മീറ്റേഴ്സ്. മീറ്റേഴ്സിലാണ് ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്നത്. ശരിയാണോ? അല്ല, ഫോൾസ് ആണ്. അപ്പൊ ഒന്നാമത്തത് എന്താണ്? 9 ഒന്നാമത്തെ എന്താണ്? ഫോൾസ്. ഇതേപോലെ തന്നെ എഴുതുക, ഫോൾസ്. പിന്നെ എങ്ങനെ വരുന്നത്? ഇൻ മീറ്റേഴ്സ് എന്നതിന് പകരം ഇൻ പോയിന്റ്സ് എന്നാണെങ്കിൽ അത് കറക്റ്റ് ആണ്. പോയിന്റ്സ് എന്നാണെങ്കിൽ അത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് ബൈ ഡീഫോൾട്ട് ടാബ് സ്റ്റോപ്സ് ആർ സെറ്റ് അറ്റ് 0.5 ഇഞ്ച് ഇന്റർവെൽസ്. അവിടെ ഡീഫോൾട്ട് ആയിട്ട് 0.5 ഇഞ്ച് ഇന്റർവെൽസ് ആണ് വരുന്നത്. ശരിയാണോ? കറക്റ്റ് ആണ്. അപ്പൊ അതെന്താണ്? ട്രൂ ആണ് വരുന്നത്. ഓരോന്നിനും ഓരോ മാർക്ക്, അങ്ങനെ 2 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. ഇനി അടുത്ത ചോദ്യമാണ് വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്താ പറഞ്ഞുള്ളത്? അതിലും 2 ചോദ്യങ്ങളാണ്, 2 മാർക്കാണ്. 2 ചോദ്യമാണ്, 2 മാർക്കാണ് വരുന്നത്. When you cut or copy text, the text is stored in an area of memory is called dash. എന്താണ് ചോദ്യം? നമ്മൾ കട്ട് ചെയ്യുക അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്ന സമയത്ത് ആ കോപ്പി ചെയ്ത സംഗതി അല്ലെങ്കിൽ ആ കട്ട് ചെയ്ത സംഗതി ഒരു താൽക്കാലികമായിട്ട് ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അതിന് പറയുന്ന പേരെന്താണ്? ക്ലിപ്പ് ബോർഡ്. അതിന് പറഞ്ഞ പേരെന്താണ്? ക്ലിപ്പ് ബോർഡ്. ആൻസർ ആയിട്ട് വരുന്നത് ക്ലിപ്പ് ബോർഡ്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. BOARD, ക്ലിപ്പ് ബോർഡ്. ഇനി അടുത്തെന്താണ്? ഡാഷ് ഈസ് ദ ഷോർട്ട് കട്ട് കീ. നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീകളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഡാഷ് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ പേസ്റ്റ് ഓപ്ഷൻ. പേസ്റ്റ് ഓപ്ഷന്റെ ഷോർട്ട് കട്ട് കീ എന്താണ്? നമുക്ക് നോക്കാം. കോപ്പി ചെയ്യുന്ന എന്താണ്? കൺട്രോൾ. കോപ്പി ചെയ്യാനാണെങ്കിൽ Ctrl+C ആണ് അല്ലേ? എന്നാലോ പേസ്റ്റ് ചെയ്യാൻ എന്താ വരിക? Ctrl+V ആണ്. കട്ട് ചെയ്യാനാണെങ്കിൽ എന്താണ്? Ctrl+X ആണ് അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഇത് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരുപാട് ഷോർട്ട് കട്ട് കീകൾ ഉണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും. 10 ചോദ്യങ്ങളായി. 11ാമത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് Ctrl+V ആണ് വരുന്നത് അല്ലേ? ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 11ാമത്തെ ചോദ്യം വരുന്നത് എന്താണ്? ഡാഷ് കളർ വേവ് ലൈൻസ് അപ്പിയേഴ്സ് ഓൺ അണ്ടർ ദി മിസ്സ്പെൽഡ് വേർഡ് അല്ലേ? എന്താ പറഞ്ഞത്? സ്പെല്ലിങ് തെറ്റായിട്ടുള്ള വേർഡുകൾ ഉണ്ടെങ്കിൽ അതിന് താഴെ ഏത് ലൈനാണ് ഉണ്ടാവുക? ഗ്രീൻ ആണോ ഉണ്ടാവുക? റെഡ് ആണോ ഉണ്ടാവുക? മിസ്സ്പെൽഡ് വേർഡ് ആണെങ്കിൽ റെഡ് ആണ് ഉണ്ടാവുക. ഗ്രാമറ്റിക്കൽ എറേഴ്സ് ആണെങ്കിൽ ഗ്രീൻ ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 12th ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ പ്രിന്റർ ദാറ്റ് പ്രൊഡ്യൂസസ് ബൈ പുഷിംഗ് ഇലക്ട്രിക്കലി ഹീറ്റഡ് പിൻസ് അഗൈൻസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ. എന്ത് പ്രിന്ററാ പറയാ? തെർമൽ പ്രിന്റർ. എന്താ പറയാ? തെർമൽ പ്രിന്റർ. ഇനി അടുത്തെന്താണ്? 13ാമത്തെ ചോദ്യം അല്ലേ? ഡാഷ് ഈസ് എ ടെക്സ്റ്റ് വിച്ച് ഈസ് ആഡഡ് ടു ദ ടോപ്പ് മാർജിൻ ഓഫ് എവറി പേജ്. എല്ലാ പേജിന്റെ എന്ത് ചെയ്യുക? ടോപ്പിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് വരണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹെഡർ എന്നാണ് വിളിക്കുക, ഫൂട്ടർ എന്നാണ് വിളിക്കുക? ഹെഡർ എന്നാണ് വിളിക്കുക. എന്താ പറയാ? ഹെഡർ. ഒരു പേജിന്റെ ടോപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹെഡർ എന്ന് പറയും. എന്നാൽ അല്ലേ, എല്ലാ പേജിന്റെയും ടോപ്പിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് വരണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹെഡർ എന്ന് പറയും. അതേപോലെ എല്ലാ പേജിന്റെ താഴെ ഒരു കണ്ടന്റ് സെയിം കണ്ടന്റ് വരണമെന്നുണ്ടെങ്കിൽ
അതിന് പറഞ്ഞ പേരാണ് ഫൂട്ടർ. അതിന് പറഞ്ഞ പേരാണ് ഫൂട്ടർ. ഇനി 14ാമത്തെ ചോദ്യമാണ് എന്ത്? കീ കോമ്പിനേഷൻ തന്നെ വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് കട്ട് കീ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ കീ കോമ്പിനേഷൻ വിച്ച് ഈസ് പ്രസ്ഡ് ടു ഇൻസേർട്ട് എ പേജ് ബ്രേക്ക്? പേജ് ബ്രേക്കിന്റെ ഷോർട്ട് കട്ട് കീ ഏതാണെന്നുള്ളതാണ്. കൺട്രോൾ പ്ലസ് എൻ്റർ. എന്താണ്? കൺട്രോൾ പ്ലസ് എൻ്റർ. കൺട്രോൾ പ്ലസ് എൻ്റർ ആണ് എന്ത്? പേജ് ബ്രേക്കിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഇനി 15ാമത്തതാണ് എന്ത്? വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് വേ ഓഫ് സെലക്ടിങ് എ ഹോൾ പാരഗ്രാഫ്? ഒരു ഹോൾ പാരഗ്രാഫ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹോൾ ഡോക്യുമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് എ ആണ്. ഒരു 10 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ആ 10 പാരഗ്രാഫിനും ഒറ്റയടിക്ക് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? കൺട്രോൾ പ്ലസ് എ. ഇവിടെ എന്ത് പറഞ്ഞുള്ളത്? ഒരു പാരഗ്രാഫ് അല്ലെ, ഒരു പാരഗ്രാഫിനെ മാത്രം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൗസ് വെച്ചിട്ട് ആ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക? ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് മൊത്തം എന്താവും? സെലക്ഷൻ ആവും. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വേണ്ടത്. ട്രിപ്പിൾ ക്ലിക്ക്. എന്താ വേണ്ടത്? ട്രിപ്പിൾ ക്ലിക്ക്. ട്രിപ്പിൾ ക്ലിക്കാണ് വരേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ 9 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്തു അല്ലെ. ഇനി 16ാമത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് സം ഓഫ് റേഞ്ച് ഓഫ് സെൽസ് വിത്ത് റെസ്പെക്ട് ടു ഗിവൻ ക്രൈറ്റീരിയ? ക്രൈറ്റീരിയ വരുന്ന രീതിയിൽ നമ്മളിപ്പോ സമ്മ് കാണാനാ പറഞ്ഞത്. വെറുതെ സമ്മ് കാണാനാണെങ്കിൽ എന്ത് ചെയ്താ? ഈക്വൽ ടു സം ആണ് വരിക. നോർമൽ രീതിയിൽ എന്ത് ചെയ്യാ? ടോട്ടൽ കാണാൻ അല്ലെങ്കിൽ സമ്മ് കാണാനുള്ളതാണെങ്കിൽ എന്താണ് വരിക? ഈക്വൽ ടു സം ആണ് വരിക. ആവറേജ് കാണാനാണെങ്കിൽ എന്താ വരിക? ഈക്വൽ ടു ആവറേജ് ആണ് വരിക. ഇനി മിനിമം കാണാനാണെങ്കിൽ അല്ലെ, നമ്മൾ തന്നിട്ടുള്ള ഡാറ്റയിൽ ഏറ്റവും ചെറിയ സംഖ്യ കാണാനാണെങ്കിൽ മിനിമം എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നാൽ തന്നിട്ടുള്ള ഡാറ്റയിൽ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണെങ്കിൽ മാക്സ് ആണ് ഉപയോഗിക്കുക. ഈക്വൽ ടു മാക്സ് ആണ് ഉപയോഗിക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ക്രൈറ്റീരിയ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സമ്മ് കാണാനാണ്, എന്നാൽ അതിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു ക്രൈറ്റീരിയ കൂടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? സം ഈഫ്. ഈക്വൽ ടു സം ഈഫ്. ഈക്വൽ ടു സം ഈഫ്. ക്രൈറ്റീരിയ എന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ എന്താണ്? സം ഈഫ് ആണ് യൂസ് ചെയ്യുക. ഇനി 17ാമത്തെ ചോദ്യം എന്താ വരുന്നത്? ഡാഷ് ഈസ് എ സ്ലൈഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ഓൾ അതർ സ്ലൈഡ്സ് ഓഫ് ദി പ്രസന്റേഷൻ. നമ്മൾ എന്താണ്? എല്ലാ സ്ലൈഡിന്റെ എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന സ്ലൈഡിന് പറഞ്ഞ പേരാണ് എന്ത്? ടൈറ്റിൽ സ്ലൈഡ്. എന്താ പറയാ? ടൈറ്റിൽ സ്ലൈഡ്. ടൈറ്റിൽ സ്ലൈഡ്. TITLE. ടൈറ്റിൽ സ്ലൈഡ്. ഓക്കെ. അപ്പൊ നമ്മള് എത്ര വരെ ആയി? 17ാമത്തെ ചോദ്യം വരെ ആയി അല്ലേ. അപ്പൊ സെക്ഷൻ എ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് 9 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളാണ്. ബാക്കി ഭാഗം അഥവാ സെക്ഷൻ ബി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.